പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യരുത് എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മനോജ്. ഇതേ തുടർന്ന് മനോജ് കാര്യങ്ങൾ ഈ കൺമണിയോട് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി, ചേട്ടനെ എനിക്ക് അനുസരിക്കാൻ സാധിക്കുകയില്ല. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും നേരിടുന്നതിന് ഞാൻ തയ്യാറാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മി, നീ ചേട്ടനെ ധിക്കരിച്ചാണ് സംസാരിക്കുന്നത്. അത് ശരിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നാൾ നിന്റെ ചേട്ടൻ ജീവിച്ചത് നിനക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ടും നീ അയാൾ പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ടേക്ക് പോകുന്നു. ഇതൊക്കെ ശരിയാണോ? ഇത് കേൾക്കുന്ന കൺമണി, ഞാൻ ഒരിക്കലും ചേട്ടനെ ധിക്കരിച്ചിട്ടില്ല. ചേട്ടൻ ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. ചേട്ടൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് ജോലി ചെയ്യരുത് എന്ന് പറയുന്നത്? ജോലി ചെയ്യുക എന്നത് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. മാത്രവുമല്ല, ചേട്ടൻ ജോലിക്ക് ചേരുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോൾ ചേട്ടൻ എന്നോട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസൈൻ ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്നത് എന്ന് തിരികെ ചോദിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് മറുപടിയില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് മനോജ്. എന്നാൽ ഇത് കേൾക്കുന്ന ധനലക്ഷ്മി, നിനക്കിപ്പോൾ സാലറി എല്ലാം കിട്ടുന്നതിൻ്റെ അഹങ്കാരമാണ്. ചേട്ടൻ വളർത്തിയതൊന്നും നീ ഇപ്പോൾ ഓർക്കുന്നില്ല. എല്ലാം തരം പോലെ മറന്നു കളഞ്ഞു അല്ലേ? ഇത് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തിരികെ ചോദിക്കുകയാണ് കൺമണി. ഒരിക്കലും ചേട്ടനെ അനുസരിക്കാതിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ചേട്ടൻ ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചേട്ടൻ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ചേട്ടനെ വേദനിപ്പിക്കുന്നതിനായി ഞാൻ ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് വിചാരിച്ച് ഞാൻ ചേട്ടൻ പറയുന്നത് പോലെ ഡിസൈൻ ചെയ്യാതിരിക്കുന്നതൊക്കെ ശരിയാണോ? അച്ഛൻ തന്നെ പറ. ഇത് കേട്ടതിനെ തുടർന്ന് ശ്രീനിവാസൻ എന്തു പറയണം എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛനോട്, ഞാൻ ചേട്ടനെ എന്തിനാണ് ധിക്കരിക്കുന്നത്? ചേട്ടൻ ജോലി ചെയ്യുന്നതിന് മുൻപ് തന്നെ ജോലിക്ക് കയറിയതാണ് അലിഗയിൽ. അതുകൊണ്ട് തന്നെ അവർ എനിക്ക് തരുന്ന ശമ്പളത്തിനുള്ള കൂറ് ഞാൻ കാണിക്കണ്ടേ? ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അതും അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചേട്ടൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബലരാമന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചേട്ടൻ മറ്റൊരു കാര്യം എന്നോട് ആവശ്യപ്പെടുന്നത് ശരിയാണോ? ചേട്ടൻ്റെ ജോലിയല്ലേ ചെയ്യേണ്ടത്? അതിൽ എന്നെ കൂടി വലിച്ചിടുന്നത് വളരെ മോശകരമായ കാര്യമാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് മനോജും ശ്രീനിവാസനും. ഇതേ തുടർന്ന് എനിക്ക് ഇപ്പോൾ ആ കാര്യം അനുസരിക്കാൻ സാധിക്കുകയില്ല. കാരണം എനിക്ക് എൻ്റെതായ ന്യായമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യവുമായി മുന്നിലേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ചേട്ടന് വിഷമമുണ്ടായി എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ എന്നോട് ക്ഷമിക്കണം. കൂടുതലൊന്നും എനിക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അതുമാത്രമാണ് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നത്. ചേട്ടനെ ഒരിക്കൽ പോലും ധിക്കരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്തു ചെയ്യാം, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ചേട്ടനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത്. ഇനി ഈ വീട്ടിൽ നിൽക്കരുത് എന്നുള്ള ഭീഷണിയാണ് ധനലക്ഷ്മി എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിത്തരാനും ഇപ്പോൾ തയ്യാറാണ്. കാരണം എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
അതിൽ മറ്റൊരാൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ അവളുടെ അഹങ്കാരം കൂടി എന്ന് പറഞ്ഞിരിക്കുകയാണ് ധനലക്ഷ്മി. പക്ഷേ ഇതിനിടയിൽ മനോജ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഒന്നും മിണ്ടാതെ. ഇതേ സമയം ശ്രീനിവാസൻ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു പോയിരിക്കുകയാണ്. ആരുടെ കൂടെ നിൽക്കും, ആര് പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം അയാളെയും ആകെ കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുകയാണ്. കാര്യങ്ങൾ ഈ വഴിക്ക് പോയാൽ ശരിയാവുകയില്ല എന്നും അയാൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് കൺമണി അലിക ഡിസൈൻസിന് വേണ്ടി പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതികിടിലമായി ഡിസൈൻ ചെയ്തതിനെ തുടർന്ന് ക്രിഷ് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഡിസൈൻ തന്നെ വിജയിക്കും എന്ന്. പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് ക്രിഷിനെ കാണുന്നതിനായി മാനസ തിരികെ എത്തുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.